നമസ്കാരം സാർ. നമസ്കാരം. ED ആക്രമിച്ച 9 CPM ഗുണ്ടകൾക്ക് ജാമ്യം എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അവർ ഗുണ്ടകൾ എന്ന് തന്നെയാണ് പറയേണ്ടത്. അതിഭീകരമായ രീതിയിലാണ് ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമായിരുന്നു എന്ന്. എന്നാലിത് വധശ്രമത്തിലേക്ക് എത്തിക്കുവാൻ അതിന് വേണ്ടിയിട്ടുള്ള തെളിവുകളില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. നമുക്കിതിനെ എങ്ങനെ കണക്കാക്കാം? ഇത് വളരെ വ്യക്തമാണ്, പകൽ പോലെ വ്യക്തമാണ്. വധശ്രമം ഇല്ലെന്ന് ഹൈക്കോടതി അങ്ങനെ പറഞ്ഞെന്ന് ഞാൻ കരുതുന്നില്ല. പറഞ്ഞാൽ അത് അത്ര ശരിയാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം വധശ്രമം ഉണ്ടെന്നുള്ള കാര്യം അടിസ്ഥാനപരമായി മജിസ്ട്രേറ്റ് കോടതി കേട്ട് മജിസ്ട്രേറ്റ് കോടതി നിരീക്ഷിച്ച കാര്യമാണ് വധശ്രമം ഉണ്ടെന്ന്. ഇരുമ്പുപൊടിയും ചുടുകട്ടയുമായിട്ട് ഒരു കാറിലിരിക്കുന്ന ആളുകളെ ആക്രമിക്കുന്നത് വധശ്രമമല്ലാതെ അത് സ്വാഗതഗാനം പാടാനായിരുന്നു വന്നിരിക്കുന്നത്. ഈ എവിടെയൊക്കെ ആരാ ഇത് പറയുന്നത്? എന്താ വിഡ്ഢിത്തം പറയുന്നത്? വധശ്രമം എന്നുള്ള പകൽ പോലെ വ്യക്തമല്ലേ? അവർക്ക് പരിക്കേക്കാതെ ഇരുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ കയ്യിൽ തോക്കുള്ളതുകൊണ്ടാണ്. തോക്കില്ലെങ്കിൽ അവരെ കൊല്ലാൻ വന്നതാണ് ആ ജനക്കൂട്ടം എന്ന് പറഞ്ഞുകൂടെ? കാറിൽ അടിക്കുന്നതും ഗ്ലാസ് തല്ലി പൊട്ടിക്കുന്നതും അതിലിരുന്ന സ്ത്രീക്ക് പരിക്കേറ്റില്ലേ? ഡ്രൈവറുടെ സ്ഥിതി മോശമായിരുന്നു. അപ്പോൾ വളരെ അവർ മുറിവേറ്റില്ല എന്നുള്ളത് കൊണ്ട് വധശ്രമം അല്ലെന്ന് പറയാനൊക്കില്ലല്ലോ. കൊല്ലണമെന്ന് ഗൂഢാദ്ദേശത്തോടെ അവിടെ പങ്കെടുത്തോ? എന്താണ് അവരുടെ ലക്ഷ്യം? അവിടെ പങ്കെടുത്തത് ഇരുമ്പുപൊടിയുമായിട്ട് ചുടുകട്ടിയുമായിട്ട് ഒരു കാറിലിരിക്കുന്ന 4-5 പേരെ ആക്രമിക്കുന്നത് വധശ്രമം അല്ലെന്ന് ഇനി ആര് പറഞ്ഞാലും കോടതി പറഞ്ഞാലും അംഗീകരിക്കാൻ നമുക്ക് കഴിയുമോ ഹരീഷ്? എന്താ പറ്റുന്നത്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞേച്ചൊക്കെ പോകാം, അതൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. ബേസിക് കോടതി അടിസ്ഥാനപരമായി മജിസ്ട്രേറ്റ് തന്നെയല്ലേ പറഞ്ഞത് ഇത് വധശ്രമമായിരുന്നു എന്ന്. ആ കേസ് ആദ്യം കേട്ട ആദ്യം വന്ന കോടതി പറയുന്നത് അത് വധശ്രമമാണ്. മുകളിലിരിക്കുന്ന ആരെങ്കിലും വധശ്രമം അല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അത് അംഗീകരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ജനക്കൂട്ടം, ആ ക്ലിപ്പിങ് കണ്ടാൽ നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയാണ്, തത്സമയം ഇത് കാണുകയാണ്, അല്ലാതെ പറഞ്ഞു കേട്ടതല്ലല്ലോ. അത് കൊല്ലാനുള്ളൊരു ശ്രമമായിരുന്നു എന്ന് സംശയിക്കുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. ഇല്ല, ഇത്തരത്തിൽ ആണ് ഇതിനെ വ്യാഖ്യാനിച്ചെടുക്കുന്നതെങ്കിൽ ഇത് ഒരുപക്ഷെ അത് കോടതിയുടെ പിഴവാണോ അതോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ സംസ്ഥാനമാകെ കൂടെ ഒത്തൊരുമിച്ച് കളിച്ച് ഈ അന്വേഷണ റിപ്പോർട്ടുകൾ കോടതിയിൽ എത്തിയതിൻ്റെ പിഴവായിരിക്കുമോ? എന്തായിരിക്കും ഇതിൻ്റെ പിന്നിലൊരു കാരണം? ഇതിൻ്റെ പിന്നിൽ വളരെ ക്ലിയറാണ്. കോൺഗ്രസും CPM-ഉമായിട്ട് ഒരു ധാരണയിൽ അണ്ടർഗ്രൗണ്ടിൽ എത്തും, ഇന്നല്ലെങ്കിൽ നാളെ എത്തും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ CPM ഇവിടെ ദുർബലമായാൽ ശക്തമാകുന്നത് BJP ആണ്. BJP ശക്തമായാൽ കാലക്രമത്തിൽ കോൺഗ്രസും ദുർബലമാകും. അതുകൊണ്ട് തന്നെ CPM ദുർബലമാകാൻ കോൺഗ്രസ് അനുവദിക്കില്ല. അത് അവരുടെ സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ ഇവിടെയുള്ള ഭാഗ്യം എന്ന് പറഞ്ഞാൽ BJP ആ ലെവലിലേക്ക് വരാത്തതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യാത്തത്. BJPക്ക് ശക്തനായ ഒരു നേതാവ് ഇവിടെ വരികയും ശക്തമായി ബൂത്ത് കമ്മിറ്റി മുതൽ സ്റ്റേറ്റ് കമ്മിറ്റി വരെ പുനഃസംഘടിപ്പിക്കുകയും നല്ല പ്രവർത്തകരെ ഉൾക്കൊള്ളുകയും ചെയ്താൽ ചിത്രം മാറും. BJP പ്രവർത്തിക്കാൻ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ കേരളത്തിലുണ്ട്. അവർക്ക് ശക്തമായ ഉദാഹരണമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെതിരെ ഇവർ നടത്തുന്ന ഒരു നീക്കം. സംസ്ഥാന തലത്തിൽ വരെ സുഗതനെതിരെ ഉള്ള ഒരു നീക്കം ശക്തമായി. പ്രത്യേകിച്ചും ഒരു എക്സ്പോക്സ് ഫാക്ടോ ലോ എന്ന രീതിയിൽ നിലനിൽക്കുന്ന നിയമത്തിനനുസരിച്ച് മാത്രമേ നമുക്ക് പ്രതിയെ ശിക്ഷിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ രീതിയിൽ വേണം അത് സഞ്ചരിക്കേണ്ടത്. അതിന് പകരം ഈ 91K നിലനിൽക്കുകയും നിയമപരമായി തന്നെ അയാൾക്ക് അവധിക്ക് അവകാശമുള്ള സ്ഥിതിക്ക് അത് കൊടുക്കാൻ പാടില്ല എന്ന് ആഭ്യന്തര വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ മന്ത്രിമാർ ചേർന്ന് തീരുമാനിക്കുകയാണ്. അപ്പം സ്വാഭാവികമായും ഇടതും വലതും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് വിഷയത്തിൽ നേരിട്ടത്. ഇതേ കാര്യം സംസ്ഥാന തലത്തിലും ഉണ്ടാകും അല്ലേ? അത് ഹരീഷൻ പറഞ്ഞപ്പോൾ വളരെ വ്യക്തമല്ലേ? ശബരിനാഥും ശിവൻകുട്ടിയായിട്ട് ധാരണയുണ്ടാക്കാൻ പറ്റുമെങ്കിൽ, ശബരിനാഥും ജോയിയുമായി ധാരണയുണ്ടാക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് VD സതീശനും പിണറായി വിജയനുമായിട്ട് ധാരണ ഉണ്ടാക്കിയാൽ പറ്റില്ല? പ്രതിപക്ഷ നേതാവിനും മുഖ്യമന്ത്രിയും കൂടെ ധാരണ ഉണ്ടാക്കിയ പോലെ. അവർ തമ്മിൽ ശത്രുതയൊന്നുമില്ലല്ലോ, അവരടുത്ത മിത്രങ്ങളാണ്. ഇവരൊക്കെ വ്യക്തിപരമായി നല്ല ബന്ധമുള്ള ആളുകളാണ്. നമ്മൾ ഈ നിയമസഭയിൽ കാണുന്നതിലൊക്കെ ഉപരിയായിട്ട് ഇവർക്ക് വ്യക്തിപരമായി ഒട്ടേറെ ബന്ധങ്ങളുണ്ട്, താല്പര്യങ്ങളുണ്ട്, ബിസിനസ്സുകളുണ്ട്, ഇതെല്ലാം ഉണ്ട്. പിന്നെ എല്ലാവർക്കും എല്ലാം ഉള്ളത് കൊണ്ട് ആരും ഒന്നും പറയുന്നില്ല. മീഡിയയ്ക്ക് ഇതുള്ളത് കൊണ്ട് അവരും പറയുന്നില്ല. അതുപോട്ടെ, അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, അതവിടെ നിൽക്കട്ടെ. ദുബായിലെ പലരുടെയും ബിസിനസ് ബന്ധങ്ങളെക്കുറിച്ച് അന്വേഷിച്ചാൽ ഈ വാസ്തവങ്ങളൊക്കെ നമുക്ക് എത്തിച്ചേരാൻ കഴിയും. അത് പിന്നെ കേരളത്തിൻ്റെ ഒരു ശാപമാണ്, അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതല്ല പ്രശ്നം. ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CPIM-ഉം കോൺഗ്രസുമായി ഒരു രഹസ്യ ധാരണയിൽ എത്തേണ്ടത് കോൺഗ്രസിൻ്റെ ആവശ്യമാണ്, CPIM-ൻ്റെയും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ED ആക്രമണ കേസിൽ അവർ കോൺഗ്രസുമായി CPM ഒരു സഖ്യത്തിലെത്താൻ, അല്ലെങ്കിൽ CPM-ഉമായി കോൺഗ്രസ് സഖ്യത്തിലെത്താൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇവിടെ ആർക്കാണ് ഇരയെന്ന് പറയുന്ന ആരാണ്? ED ഉദ്യോഗസ്ഥന്മാർ, പിന്നെ CRPF-ലെ ഉദ്യോഗസ്ഥന്മാർ. അവർക്കെന്തോ രാഷ്ട്രീയം? അവർ നിരപരാധികളല്ലേ? അവരെന്തെങ്കിലും തെറ്റ് ചെയ്തു? ഒന്നും ചെയ്തില്ലല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം അവർ നിരപരാധികളാണ്.
അപ്പോൾ അവർക്ക് രാഷ്ട്രീയമില്ലല്ലോ. അപ്പോൾ അവരെ കുരുതി കൊടുക്കുന്നുണ്ട്. എന്താണ് പ്രശ്നം? അല്ലെങ്കിൽ ഇതിനെ ശക്തമായി ഡിഫെൻഡ് ചെയ്യാൻ BJP വരണം. അങ്ങനെ BJP വന്നും കാണുന്നില്ല. എന്തുകൊണ്ടാണോ ദുരൂഹമായ കാരണങ്ങളാൽ, അല്ലെങ്കിൽ BJP വരുന്നില്ല. എന്തുകൊണ്ടാണ് വരുന്നില്ല എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അതാണ് എൻ്റെ വാസ്തവം. സത്യത്തിൻ്റെ ഈ കേസ് CBI ആണ് അന്വേഷിക്കുന്നത്, അല്ലേ? ഇത് CBI അന്വേഷിക്കണമെന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ഇത് നമ്പർ 1. പബ്ലിക് സർവീസ് കമ്മീഷനിൽ നഗ്നമായ അഴിമതിയാണ് നടന്നിരിക്കുന്നത്, അല്ലേ? പബ്ലിക് സർവീസ് കമ്മീഷനിലെ പ്ലാനിംഗ് ബോർഡിലേക്ക് ഒരു ഉന്നത തസ്തികയിൽ നടത്തിയ മത്സര പരീക്ഷയിലെ 58 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വാല്യുവേഷൻ നടത്തിയില്ല. കൊച്ചു കാര്യമാണോ? നിരവധി ഉദ്യോഗാർത്ഥികളാണ് വരുന്നത്. അവരുടെ പരീക്ഷ പേപ്പർ, അവരുടെ ഉത്തര കടലാസുകൾ മടക്കി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിട്ട് കാര്യം എന്തായിരിക്കുന്നു? ക്രൈംബ്രാഞ്ച് ആരുടെ കയ്യിലാണ്? UDFിൻ്റെ പിണറായി വിജയൻ്റെ, പിന്നെ രമേശ് ചെന്നിത്തലയിൽ. രമേശ് ചെന്നിത്തലയിൽ ക്രൈംബ്രാഞ്ച് ഇരിക്കുന്ന പിണറായി വിജയൻ്റെ ക്രൈംബ്രാഞ്ച് ഇരിക്കുന്നതിൽ അടിസ്ഥാനപരമായി വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അത് ഞാൻ പറഞ്ഞു വന്നത്, ഇത് ഇതൊക്കെ കാര്യങ്ങളെല്ലാം പ്രോസിക്യൂട്ടർ തന്നെ അവരുടെ ആൾക്കാർക്ക് ജാമ്യം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. ഇവരുടെ കീഴിൽ വരുന്ന കൊടുക്കാൻ നമുക്കല്ലോ. ഇത് പൊളിറ്റിക്കൽ ഡിസിഷനാണ് വരുന്നത്. ഇവിടെ നമ്മൾ കാണാൻ പറ്റുന്ന ഒരു കാര്യം, ഇവർ ജാമ്യം കിട്ടി പുറത്തു വരുന്നെങ്കിൽ അതിൻ്റെ കാരണം പ്രോസിക്യൂഷൻ്റെ ഭാഗം ദുർബലമായി, കാര്യമായി കൃത്യമായി ഹൈക്കോടതിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ അവർ കഴിഞ്ഞില്ല. കുറ്റപത്രം അവർ കൊടുക്കാൻ കഴിഞ്ഞോ, കുറ്റപരിമുകളിൽ ചാർത്താൻ കഴിഞ്ഞോ, ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അനന്തമായിട്ട് എന്തായാലും ഇവരെ പിന്നെ ജാമ്യം നിഷേധിച്ച് ജയിലിടാൻ പറ്റില്ല. പക്ഷേ അതിനൊരു നിശ്ചിതമായ സമയമുണ്ട്. ആ സമയത്തിനകം കുറ്റപത്രം അവർക്ക് നൽകിയിരിക്കണം. അതിന് സമയമായോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. എന്തായാലും ശരി, പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് വന്ന അലംഭാവത്തിന് പിന്നിൽ കൃത്യമായി ഒരു രാഷ്ട്രീയ താല്പര്യം ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അത്തരമൊരു രാഷ്ട്രീയ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഈ CPM ദുർബലമാകരുത്. ഇപ്പോൾ ഇവിടെ BJP 3 സീറ്റ് പിടിച്ചു. ആരുടെ ഇവർ പിടിച്ചെടുത്തിരിക്കുന്നത്? ഇടതുപക്ഷത്തിൻ്റെ സീറ്റല്ലേ പിടിച്ചെടുത്തിരിക്കുന്നത്. BJP വളരെ വളരെ മുന്നേ പോയി. ഇവിടെയാണ് മുന്നേ പോയത്. ഇടതുപക്ഷം ജയിച്ചിടത്തല്ലേ മുന്നേ പോയിരിക്കുന്നത്. അപ്പോൾ അത് വളരെ വ്യക്തമല്ലേ. BJP ശക്തമായി വന്നാൽ പിന്നെ CPM ദുർബലമാകും. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി BJP അല്ല, CPM ആണ്, CPIM ആണ്. അപ്പോൾ CPIM തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇടതുപക്ഷം ഇല്ല. ഇവിടെ CPIക്ക് ഒരു റോളും ഇല്ല. ഒരു പഞ്ചായത്ത് നിന്നാൽ ജയിക്കത്തില്ല CPI. നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ. നേതാവിൻ്റെ എവിടെ ഇരിക്കുന്നു? പണ്ട് നേതാക്കന്മാരുണ്ടായിരുന്നു. പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അണികളില്ല, നേതാക്കന്മാർ മാത്രമാണ്. ഒന്നുമില്ല. കൊല്ലം ജില്ല ഞാൻ പറയാം. കൊല്ലം ജില്ലയിലെ JC അനിൽ മണ്ട ഒരു ചെറുപ്പക്കാരനായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു, നല്ലൊരു പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിനെ അടിച്ച് പുറത്ത് കളഞ്ഞു. അങ്ങേര് പോയി CPMൽ ചേർന്നു. പത്തനംതിട്ട ജില്ലയിൽ അവർ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് AP ജെയിനെയാണ്. ഇതൊക്കെയാണ് CPI നടക്കുന്നത്. പിന്നെ CPI കണ്ട ചരിത്രത്തിൽ ഏറ്റവും ദുർബലനായ ഒരു പാർട്ടി സെക്രട്ടറിയാണ് ബിനോയ് വിശ്വം. അദ്ദേഹത്തിന് ഈ പാർട്ടിയെ കൊണ്ടുപോകാൻ പറ്റില്ല. പാർട്ടിയെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പാർട്ടി അണികൾ അംഗീകരിക്കുന്നില്ല. പാർട്ടി അണികളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർക്കൊക്കെ പുച്ഛമാണ് ബിനോയ് വിശ്വത്തിനെ കുറിച്ച്. അച്ചടിച്ച ഭാഷയിൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? അപ്പം CPIയെ സംബന്ധിക്കുന്ന CPMൻ്റെ പാർട്ടിയില്ല. പിന്നെ CPM അവരുടെ ദയാദാക്ഷിണ്യത്തിൽ നിർത്തിയിരിക്കുന്ന ഒരു പാർട്ടി മാത്രമാണ്. അവരുടെ നല്ല മനസ്സുകൊണ്ടാണ് ഇത്രയും പിന്നെ സീറ്റൊക്കെ കൊടുക്കുന്നത്. CPM ശരിക്കും പറഞ്ഞാൽ വളരെ വിശാലമായി കാണുകയും ഒരു ഇടതുപക്ഷ ഐക്യം വേണമെന്നും CPM ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് CPIക്ക് ഇത്രയും സീറ്റ് കിട്ടുന്നത്. അല്ലെങ്കിൽ CPI ഇവിടെ ജയിക്കും, പറയൂ. ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ജയിക്കും, ഒരു പഞ്ചായത്ത് ജയിക്കും. ഒരു പഞ്ചായത്തിൻ്റെ ഒരു വാർഡ് CPI പ്രവർത്തിച്ചാലേ ജയിക്കുള്ളൂ. എന്താശയം പറഞ്ഞ് പ്രചരിപ്പിക്കും? ഉണ്ടെങ്കിലല്ലേ ജയിക്കൂ. അങ്ങനെ സംഭവം വേണ്ടേ? അവർക്ക് ആഗ്രഹിക്കാമെന്നുള്ളതല്ലാതെ അവരെവിടെങ്കിലും ഒന്ന് വേണ്ടേ? ചൂണ്ടായിട്ട് പിടിക്കേണ്ടി വരും. ഒന്നുമില്ല. അവർക്ക് കുറേ കഴിയുമ്പോൾ സ്ഥാനാർത്ഥികളെ പോയി നിർത്താൻ കിട്ടാത്ത സ്ഥിതിയിലേക്ക് CPM സഹായിച്ചില്ലെങ്കിൽ. ചിലയിടത്തൊക്കെ CPM സഹായിച്ചാൽ ചിലപ്പോൾ സ്ഥാനാർത്ഥിയെ കിട്ടില്ല, സ്ഥാനാർത്ഥിയെ കിട്ടില്ല. അത്ര ദുർബലമായി പോയി. പിന്നെ അപ്പോൾ CPM തകർന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ ബെനിഫിറ്റ് വരുന്നത് BJPക്കാണ്. കാരണം അതോടുകൂടി BJP കേരളത്തിൽ ശക്തമാകും. അത് തടയുക എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ED അന്വേഷണം, ED അക്രമക്കേസ് മാത്രമല്ല, PSC പിന്നെ അഴിമതി അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണം വളരെ മൃദുലമായി പോകും. ആ കേസിൽ ആരും ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല. ഇത് വളരെ ദുർബലമായി തേഞ്ഞു മാഞ്ഞ് പോവുകയും ചെയ്യും. ഇതിനെക്കുറിച്ച് ചോദിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് കൃത്യമായി കഴിയുന്നില്ല. അവർക്കെങ്കിലും ആവശ്യപ്പെടാമല്ലോ ഇത് CBI അന്വേഷിക്കണമെന്ന്. കാരണം കേരള പോലീസ് അന്വേഷിച്ചാൽ ആരാണ് അന്വേഷിക്കുന്നത്? കേരള പോലീസ് പ്രതിപക്ഷ നേതാവിൻ്റെ പിന്നെ മകളുടെ ആയിട്ട് ബന്ധപ്പെട്ട കേസാണ് അന്വേഷിക്കുന്നത്. എങ്ങനെ കേരള പോലീസ് നിഷ്പക്ഷമായ ഒരു കേസ്? അന്ന് തന്നെ നമ്മൾ കണ്ടതാണല്ലോ, പോലീസ് എത്ര നിഷ്ക്രിയമായിരുന്നു. പോലീസിന്റെ മൊറയിലിനെ ബാധിക്കുന്ന ഒരു കേസാണ്. എന്നിട്ട് പോലും വളരെയധികം നിഷ്ക്രിയമായ സമീപനമാണ് പോലീസ് സ്വീകരിച്ചത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ കാര്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇത്തരത്തിലുള്ള വിഷയം അവർക്ക് നേരെ ഉണ്ടാവുമെന്ന് അവർക്ക് അറിയാമോ എന്നുള്ളതുകൊണ്ടാണോ എന്നറിയില്ല.
ഇത്തരത്തിൽ വളരെ നിഷ്ക്രിയമായിട്ടുള്ള സമീപനം സ്വീകരിക്കുകയും ഇത്തരം ആക്രമണം നടത്തിയ ആൾക്കാരെ രക്ഷപ്പെടുത്തുവാനുള്ള ഒരു നീക്കമാണ് UDFിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. എന്തായാലും ഇത് വളരെയധികം ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നിസ്സംഗത ഉണ്ടാകുന്നതും കൂടിയാണ് നമ്മെ വല്ലാതെ ആശങ്കയിലാക്കുന്നത് എന്നുള്ളതാണ്. എന്തിനായിരിക്കും അവരിത്തരത്തിൽ ഒരു നിസ്സംഗമായിട്ട് ഇക്കാര്യത്തെ സമീപിക്കുന്നത്? അല്ല, അവരുടെ തമ്മിലുള്ള ചേരിപ്പോര് കഴിഞ്ഞിട്ടില്ലല്ലോ. അവരൊക്കെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ. മകൻ ചാകുന്നതിൽ ഒരു ദുഃഖവും ഇല്ല, മരുമോള് കരഞ്ഞു കാണണം. ഇതൊരാടെ അല്ല, മൊത്തം ആളുകളും അങ്ങനെ ഒരു കുടുംബത്തിലുള്ള ആളുകളെല്ലാം ഇരുന്നാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യാൻ വെക്കുന്നത്? അതുകൊണ്ട് അത് അവിടെ അതേ വരത്തുള്ളൂ. തന്നെയല്ല, മറ്റൊരു വശവും കൂടെ ഉണ്ട്. ഹൈക്കോടതിയുടെ ഇന്നത്തെ നിരീക്ഷണം കൂടെ കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പിന്നെ പൊതു താല്പര്യ ഹർജിക്ക് പോലും അവിടെ സ്പേസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. സ്പേസ് ഇല്ല. കാരണം ഹൈക്കോടതിയുടെ ഇന്നത്തെ നിലപാട് കണ്ടിട്ട് അതിൻ്റെ സ്പേസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെയ്യാൻ പറ്റുന്നത് കേന്ദ്ര നേതൃത്വത്തിന് പറയാം, ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ച കേസാണ്, കേരള പോലീസ് നിർജ്ജീവമായിരുന്നു, കേരളത്തിൽ ഈ പോലീസ് ഈ കേസ് അന്വേഷിച്ചാൽ, കേരള ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ, കേരളത്തിലെ പോലീസ് സംവിധാനം അന്വേഷിച്ചാൽ EDക്ക് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടന്ന അക്രമക്കേസ് തെളിയിക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ കേസ് ഈ CBI അന്വേഷിക്കണമെന്നൊരു ഉത്തരവ് ഇറക്കിയാൽ മതി. അത് ചെയ്യാൻ കഴിയുമെന്ന് വേണമെങ്കിൽ കേസ് തന്നെ കോടതി മാറ്റി വേറൊരിടത്തേക്ക്. അല്ല, കോടതി മാറ്റേണ്ട കാര്യമില്ല. അല്ല, ഇവരുടെ കീഴിൽ ഈ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ ഇങ്ങനൊരു സാഹചര്യത്തിൽ ബുദ്ധിമുട്ടാണെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ല മാറ്റണമെന്നില്ല. അല്ല, അതിൻ്റെ പ്രശ്നം വെച്ചാൽ അതിന് കോടതിയെ സംശയിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, കോടതി മാറാൻ നമുക്ക് അവകാശപ്പെടാം. കോടതി എന്താ സംശയിച്ചുകൂടെ? കോടതിയൊക്കെ സംശയിക്കും. വിധി ന്യായമായിട്ടല്ല പറയുന്നതെങ്കിൽ വേറെ കോടതിയിലേക്ക് മാറ്റി വേണമെന്ന് പറയുന്നതിൻ്റെ തെറ്റെന്താ? അതിലൊന്നും തെറ്റൊന്നുമില്ല. പല കേസുകളും ഗവൺമെൻറ്റുകൾ, സംസ്ഥാന ഗവൺമെൻറ് ഇടപെടുമെന്ന് പറഞ്ഞപ്പോൾ മറ്റ് സംസ്ഥാനത്തിന് പുറത്തുള്ള ഹൈക്കോടതിയിലേക്ക് കേസ് കൊണ്ടുപോയിട്ടുണ്ട്, കർണാടകത്തിൽ കൊണ്ടുപോയി. അതൊക്കെ നടക്കാവുന്ന കാര്യമാണ്. അതല്ല കാര്യം. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ED അതായത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ച ഈ കേസ് CBI ഏറ്റെടുക്കുകയാണ് എന്ന് പറഞ്ഞ് അതിനകത്ത് ഇടപെടാനും CBI കേസ് അന്വേഷിക്കാനും കഴിഞ്ഞാൽ ഇതിനകത്ത് വലിയ പ്രശ്നങ്ങളുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില നേതാക്കന്മാരുടെ സാന്നിധ്യം അവിടെ ഉണ്ട്, വിഷ്വൽ മീഡിയയിലുണ്ട്. പ്രേരണാക്കുറ്റം അവരുടെ മുകളിലൂടെ ചുമത്തിയാൽ കേസിൻ്റെ ഡയമെൻഷൻ അങ്ങ് മാറും. അതുപോലെ തന്നെ PSCയിലെ കാര്യവും ഇതുപോലെ ചുമത്തിയാൽ, ഇതുപോലെ അന്വേഷിച്ചാൽ, ഈ പിന്നെ ഇവിടെ വലിയ ബഹളമാണെന്നല്ലോ നമ്മുടെ പിന്നെ ഡൽഹിയിൽ ആരെങ്കിലും PSCയിലെ ഈ പിന്നെ ഉദ്യോഗാർത്ഥികളുടെ കേസ് അന്വേഷിക്കാൻ പറഞ്ഞു. അവരോട് കേരളത്തിലെ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി പറഞ്ഞോ? അപ്പോൾ അതുകൊണ്ട് എന്താ കാര്യം ചോദിച്ചാൽ ഇവിടെ വളരെ വ്യക്തമാണ്. BJPയുടെ വളർച്ച തടയാൻ കോൺഗ്രസും CPM ഒന്നിച്ച് നിൽക്കുകയാണ്. ഞങ്ങൾക്ക് വളരണ്ട എന്ന് BJP കൂടെ തീരുമാനിക്കുന്ന സാഹചര്യം വന്നാൽ ഈ ഭരണ തുടർച്ച ഇങ്ങനെ പോകാനാണ് സാധ്യത. ഈ ഒരു കേസിന് രക്ഷപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഇടതുകാലിലെ പന്ത് വലതുകാലിലേക്ക് കേരളം സമീപകാലത്തൊന്നും മാറാൻ ഒരു സാധ്യതയും വിദൂരമായ സാധ്യതയും ഇങ്ങനെ BJPയും കൂടി ഇങ്ങനെ നിർജ്ജീവമായ സാഹചര്യത്തിലാണ് ഞാൻ പറയുന്നത്. ഞാൻ സാധ്യത കാണുന്നില്ല. തീർച്ചയായിട്ടും ഇത്തരം ഒരു കേസ് ഒരു കാരണവശാലും നമ്മുടെ ഒരു പൊതുസമൂഹത്തിൽ ഒട്ടും ആശ്വാസകരമല്ല. കാരണം ഒരു രാഷ്ട്രീയ നേതാവിനെതിരെയുള്ള ഒരു അന്വേഷണം നടത്തുവാൻ ഉദ്യോഗസ്ഥർ വന്നപ്പോൾ വളരെ ശക്തമായ ഒരു ആക്രമണം അവരെ നടത്തുകയും അവരെ അപായപ്പെടുത്താനും നോക്കുമ്പോൾ ആർക്ക് വേണമോ ഇവിടെ എന്തും സംഭവിക്കാം എന്ന തരത്തിലേക്കായിരിക്കും കാര്യങ്ങൾ വായിച്ചെടുക്കുന്നത്. നാളെ ഒരു പൗരന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഒരു നിസ്സാരമായി ഒരു പൗരനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താം, ആരെയും കൊല്ലാം, എന്തും സംഭവിക്കാം, ഒരു അരാജകത്വത്തിൻ്റെ അവസ്ഥയിലേക്കാണ്. ഇത് ശക്തമായി ചോദ്യം ചെയ്തില്ലെങ്കിൽ രാജ്യത്തിന് തന്നെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന് തന്നെ വലിയ തകർച്ചയുണ്ടാകുമെന്ന തരത്തിൽ തന്നെയാണ് ഇത് വ്യാഖ്യാനിച്ചെടുക്കേണ്ടതെന്ന് തോന്നുന്നു. അതെ, തീർച്ചയായും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.